ഒരിക്കലും വെളിച്ചത്തേക്കോ വേദിയിലേക്കോ വരാൻ ഇഷ്ടപ്പെടാത്ത ഒരു വൻ കലാകാരൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കാമ്പശ്ശേരിക്കത് വേഗം മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞു, ഗോപാലൻ പേടിക്കണ്ട, അവിടുത്തെ വരയൊന്നും മുടക്കണ്ട, അതിൻ്റെ കൂടെ ഇവിടുത്തെ വരയും ചെയ്താൽ മതി. എല്ലാ വെളിച്ചവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അത് ചെയ്യുമ്പോൾ. അതാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ. നന്മ ബാക്കിയുണ്ടെങ്കിൽ, അതിൻ്റെ ഊഷ്മളത ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇത്തരം ഒരുപാട് സ്നേഹങ്ങളാണ്. ആ സ്നേഹത്തിലെ കണ്ണിയാണ് ബൈജുവും ഞാനും ഒക്കെ. ഇവിടെ കൂടിയ എല്ലാവരെയും അറിയില്ലെങ്കിലും മിക്കവരെയും എനിക്കറിയാം. അതിൻ്റെ കാരണം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഊഹിക്കാൻ വിടുന്നു. ഇവിടെ സ്വാഗത പ്രസംഗം അല്ലെങ്കിൽ എന്നെപ്പറ്റി എന്തൊക്കെയോ ഇവിടെ പറഞ്ഞു. ഞാൻ പക്ഷേ അതൊന്നുമല്ല. ഞാൻ ബൈജുവിൻ്റെ ഭാഗമാണ്. ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ ആരാധകനാണ്. എൻ്റെ ബാല്യം മുതൽ കുട്ടിക്കാലത്ത് ഞങ്ങളെല്ലാവരും വായിച്ചത് ബാലയുഗമായിരുന്നു. ജനേകം വാരിക, ജനേകം പത്രം, ശ്രീരമ, നോവൽ പതിപ്പൊക്കെ പിന്നീട് വായിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഞങ്ങളെല്ലാം കാത്തു നിന്ന കുട്ടികളുടെ മാസിക ബാലയുഗമായിരുന്നു. അതിലെ വരകളെല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതെല്ലാത്തിനും ബാധകമാണ്. ജനീകത്തിൽ വന്ന എല്ലാ വരകളുടെയും പിറകിൽ ഞങ്ങൾ ആ ഒപ്പ് ഓർമ്മിക്കുന്നുണ്ട്. ഒരു ജി മാത്രം ശരിക്കും വായിക്കാൻ പറ്റും. പിന്നെ മനസ്സിലാക്കി ആളിൻ്റെ പേര് ആർട്ടിസ്റ്റ് ഗോപാലനാണെന്നാണ്. അങ്ങനെ ഞാൻ മാത്രമല്ല, തലമുറകൾ ഈ ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ ആരാധകരായി മാറി. അദ്ദേഹത്തെ അന്നറിയില്ല, പിന്നെയും അടുത്തറിയാൻ അദ്ദേഹം അവസരമുണ്ടാക്കിയിട്ടില്ല. അങ്ങേയറ്റം അന്തർമുഖനായ, ഒരിക്കലും വെളിച്ചത്തേക്കോ വേദിയിലേക്കോ വരാൻ ഇഷ്ടപ്പെടാത്ത ഒരു വൻ കലാകാരൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, സാറും പറഞ്ഞു, ഇവിടെ ഇരുത്താൻ പറഞ്ഞു. ബൈജു പറഞ്ഞു, വേണ്ട, നിർബന്ധിക്കേണ്ട, ആൾ വരില്ല. അതൊരു പ്രകൃതമാണ്. ഒരിക്കലും വേദിയിലേക്കൊന്നും വരാൻ ഇഷ്ടപ്പെടാത്ത, എന്നാൽ ഭംഗിയുള്ള വരകളുടെയും അർത്ഥമുള്ള അതിൻ്റെ ഉള്ളടക്കത്തെയും എല്ലാം സ്വാംശീകരിക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ പ്രാഗൽഭ്യം, അതൊന്നും ഏത് വേദിയുടെയും മുകളിലാണ്. എല്ലാ വെളിച്ചവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അത് ചെയ്യുമ്പോൾ. അതാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ. പണ്ടൊരു 13 വയസ്സുകാരൻ എൻ്റെ നാട്ടുമ്പുറത്തെ ഒരു ഓലമേഞ്ഞ തിയേറ്ററിൽ, സിനിമാ കൊട്ടകം എന്ന് പറയും, ആ തിയേറ്ററിൽ, അതിൻ്റെ പേര് സുദർശന തിയേറ്റർ എന്നായിരുന്നു, അവിടെ നാടകം കാണാൻ വേണ്ടി പോയി. ആ നാടകം നാടാകെ കാണാൻ കാത്തിരുന്ന നാടകമാണ്. നാടകത്തിൻ്റെ പേര് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നായിരുന്നു. ആ നാടകം കാണാൻ പോയ ആ വിദ്യാർത്ഥിക്ക് നാടകം കഴിഞ്ഞപ്പോൾ, വയസ്സ് 13, നാടകം കഴിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ ചിതറിക്കിടന്നിരുന്ന രാഷ്ട്രീയ സങ്കല്പങ്ങൾക്കെല്ലാം കുറച്ചുകൂടെ മിഴിവ് കിട്ടിയതായി തോന്നി. താൻ ആരാണെന്നും തൻ്റെ പാർട്ടി എന്താണെന്നും രാഷ്ട്രീയം എന്താണെന്നും എല്ലാം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ ആ നാടകം സഹായിച്ചു. ആ കുട്ടിയാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ. അദ്ദേഹം പിന്നീട് വരകളിലേക്ക് നീങ്ങുകയായിരുന്നു. ആ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടവും ത്യാഗപൂർണമായിരുന്നു. തുടക്കം മുഴുവനും ഒടുക്കവും കണ്ടതിനായിരിക്കും. ഇല്ലായ്മകളും വറുതകളും എല്ലാം ഉള്ള കാലത്ത് അമേരിക്കൻ ചിത്രകല പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഒരു ഓഫർ വെച്ചു, ഒരു പോസ്റ്റൽ ട്യൂഷൻ മിടുക്കുള്ള കലാകാരന്മാർക്ക് വേണ്ടി. ഗോപാലിനെ അയച്ചു കൊടുത്ത ആ ചിത്രം അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ഫീസിൽ ഇളവ് കൊടുത്തുകൊണ്ട് ഈ വിദ്യാർത്ഥിയോട് കോഴ്സിൽ ചേരാൻ പറഞ്ഞു. അന്നെന്തോ അമേരിക്കൻ ഡോളറിൻ്റെ $7 അന്നത്തെ ഫീസ്. എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ പ്രാഗൽഭ്യം കൊണ്ടവർ പറഞ്ഞു,
നിങ്ങളത് 7 തരേണ്ട, 7ന് പകരം 5 തന്നാൽ മതി എന്ന് പറഞ്ഞു. ഗോപാലിനെ അയച്ചു കൊടുത്ത ആ ചിത്രം അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ഫീസിൽ ഇളവ് കൊടുത്തുകൊണ്ട് ഈ വിദ്യാർത്ഥിയോട് കോഴ്സിൽ ചേരാൻ പറഞ്ഞു. അന്നെന്തോ അമേരിക്കൻ ഡോളറിൻ്റെ $7 അന്നത്തെ ഫീസ്. എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ ഈ വിദ്യാർത്ഥിയുടെ പ്രാഗൽഭ്യം കൊണ്ട് അവർ പറഞ്ഞു, നിങ്ങളത് 7 തരേണ്ട, 7ന് പകരം 5 തന്നാൽ മതി എന്ന് പറഞ്ഞു. 1-2 മാസമേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മുടങ്ങിപ്പോയി. അതോടെ ആ പഠനം തീർന്നുപോയി. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കിടക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന, വരയ്ക്കാനും എഴുതാനും എല്ലാം ഉള്ള ആ ഒരു ത്വര എന്ന് വിളിക്കാവുന്ന സംഗതി, അത് മാഞ്ഞു പോകില്ല. അത് മാറ്റിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗോപാലൻ വരച്ചുകൊണ്ടേയിരുന്നു. തടകയിലെ ഒരു ചെറുപ്പക്കാരൻ വരച്ച ചിത്രങ്ങൾ കൊല്ലത്തുള്ള ഒരു വാരികയ്ക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആർട്ടിസ്റ്റ് ഗോപാലൻ ഒരു വീക്കിലിയുടെ ചിത്രം വരയ്ക്കുന്ന ഇലസ്ട്രേഷൻ്റെ ആളായി മാറി. അത് പക്ഷെ തുടക്കമായിരുന്നു. പിന്നീട് കേരളത്തിൽ മറക്കാനാകാത്ത പത്രപ്രവർത്തകനും രാഷ്ട്രീയ നേതാവും മുൻ MP എല്ലാമായിരുന്ന ശ്രീ VP നായരും KS ചന്ദ്രനും, ഇവരെല്ലാം വലിയ വലിയ പേരുകളാണ്. അവരെല്ലാം ചേർന്ന് കേരള ശബ്ദം വാരികയ്ക്ക് രൂപം കൊടുത്തപ്പോൾ ഈ ആർട്ടിസ്റ്റ് ഗോപാലൻ ആ ടീമിലെ ആർട്ടിസ്റ്റായി ചിത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ആൾ. കഥകൾക്കും നോവലിനുമെല്ലാം അനുയോജ്യമായിട്ടുള്ള കഥാപാത്രങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് മുഖച്ഛായ കൊടുത്ത ആളായിരുന്നു ഈ ആർട്ടിസ്റ്റ് ഗോപാലൻ. അതായി മാറി. കേരള ശബ്ദം തട്ടകമായി മാറി. അങ്ങനെ കൊല്ലത്ത് അക്കാലത്ത് എല്ലാത്തിനേക്കാളും വലിയതായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് ജനയുഗം വാരിക. ആ ജനയുഗത്തിന് പത്രാധിപർക്ക് വലിയ മഹത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണും ബുദ്ധിയുമല്ല എപ്പോഴും ഇങ്ങനെ പരതിക്കൊണ്ടേയിരിക്കും. കഴിവുള്ളവരെ, നന്മയുള്ളവരെ. ആ അർത്ഥത്തിൽ സഖാവ് കാമ്പശ്ശേരി ഉത്തമനായ കമ്മ്യൂണിസ്റ്റായിരുന്നു. ആ റഡാർ ഈ ഗോപാലിനെ കണ്ടെത്തി, ഗോപാലിനെ വിളിച്ചു വരുത്തി. ഗോപാലിനോട് കാമ്പശ്ശേരി പറഞ്ഞു, ഗോപാലന് ജനകീയത്തിനോട് വരയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുകയാണ്. ജനകീയം വാരികയിലെ ഒരു ഓഫർ അന്നത്തെ ഒരു കലാകാരനും നിരസിക്കൽ എളുപ്പമല്ല. ജനകീയം വാരിക അക്കാലത്ത് കേരളത്തിൻ്റെ വായനാ ലോകത്തെ ഏറ്റവും വലിയ സംഭവമായിരുന്നു. അവിടെ വരയ്ക്കാൻ ഒരു ഓഫർ കിട്ടിയാൽ ആരും വേണ്ടെന്ന് പറയില്ല. എന്തായിരുന്നു പിന്നെ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്? തനിക്ക് ആദ്യമായിട്ട് ഇടം തന്ന കേരള ശബ്ദത്തിൻ്റെ വാരികയുടെ പ്രവർത്തകന്മാർ VP നായരും KS ചന്ദ്രനും ഒക്കെ ഉള്ളപ്പോൾ എനിക്കെങ്ങനെ അവിടെ നിന്ന് മാറാൻ പറ്റും? ഇതാണ് ഒരു വടംവലി. കാമ്പശ്ശേരിക്കത് വേഗം മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞു, ഗോപാലനെ പേടിക്കണ്ട, അവിടുത്തെ വരയൊന്നും മുടക്കണ്ട, അതിൻ്റെ കൂടെ ഇവിടുത്തെ വരയും ചെയ്താൽ മതി. തനിക്ക് ഞങ്ങൾ മാസാമാസം 60 രൂപ തരും എന്നാണ് ഓഫർ. അന്ന് വലിയ സംഖ്യയായിരിക്കും അത്. എന്തായാലും അങ്ങനെ ഗോപാലൻ എന്ന് പറയുന്ന ഈ ആർട്ടിസ്റ്റ് ജനകീയത്തിൻ്റെ ആർട്ടിസ്റ്റായി മാറി. ജനകീയം കുടുംബത്തിൽ അംഗമായി മാറി. പിന്നെ ജനകീയത്തിൻ്റെ എല്ലാമായി അദ്ദേഹം മാറി. ജനകീയം വഴി എല്ലാ തലമുറകൾ വായിച്ച എല്ലാത്തരം വായനകളുടെയും കഥാപാത്രങ്ങൾക്ക് മുഖച്ഛായ കൊടുത്തത് ആ കൈകളാണ്. നമുക്കാർക്കും ദീപാങ്കുരൻ്റെ മുഖമറിയില്ല. വിമൽമിത്രയുടെ കഥാപാത്രമാണ്. വിലയ്ക്ക് വാങ്ങാമലെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രമാണ് ദീപാങ്കുരൻ. ദീപാങ്കുരൻ്റെ മുഖച്ഛായ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. നമ്മളാരും കാണാത്ത, നമുക്കാർക്കും അറിയാത്ത ദീപാങ്കുരനെ നമുക്കറിയാവുന്ന മുഖച്ഛായയാക്കി മാറ്റിയത് ആ കൈകളാണ്. അതാണ് ഗോപാലൻ. ലക്ഷ്മി കടത്തി, വിലയ്ക്ക് വാങ്ങാമല്ല വേറൊരു കഥാപാത്രമാണ്. അക്കോലൻ അപ്പൂപ്പൻ, ഇവരെല്ലാം എങ്ങനെ ഇരിക്കും? ഇവരെല്ലാം ബംഗാളികളാണ്. ബംഗാളിലെ ജീവിതത്തിൽ നിന്ന് വിമൽമിത്ര പറിച്ചെടുത്ത് എഴുതി വെച്ച
ആ നോവലിലെ ഓരോ കഥാപാത്രങ്ങളെയും മലയാളത്തിൽ ഹൃദയസ്ഥമാക്കി മാറ്റിയത് ആ പ്രതിഭയാണ്. ആ പ്രതിഭയ്ക്ക് നാം എന്ത് പേരിട്ട് വിളിക്കും? ഒരിക്കലും എവിടെയും കൊട്ടലും ഘോഷവും കാണിക്കാതെ, എവിടെയും ജാടകളും ആർഭാടവും കാണിക്കാതെ, നന്മയും സ്നേഹവും കൂറും മാത്രമാണ് തൻ്റെ ജീവിതം തെളിയിച്ചുകൊണ്ട് നിലക്കൊണ്ട ആ പ്രതിഭയെ വിളിക്കേണ്ട പേരാണ് ഗോപാലൻ. ആ ഗോപാലനെയാണ് നാം ഇന്ന് ഇവിടെ വെച്ച് ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എണ്ണമറ്റ ചിത്രങ്ങൾ കണ്ട എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടാകും. പക്ഷേ ഗോപാലൻ്റെ ചിത്രങ്ങളും ജീവിതവും ആസ്പദമാക്കി ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല ഇതുവരെ. അവിടെയാണ് നമ്മളെല്ലാവരും ബൈജുവിനോട് കടപ്പെട്ടിരിക്കുന്നത്. ബൈജു ഇതുപോലെയാണ്, ഒരുപാട് കഴിവുള്ള ബൈജു. ആ കഴിവിൻ്റെ വ്യാപ്തി എനിക്കറിയാം, ആഴം എനിക്കറിയാം. ബൈജു എനിക്ക് വേറൊരാളല്ല. ഞാൻ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെക്കാൾ കൂടുതൽ വഴക്ക് പറഞ്ഞ ആൾ ബൈജു ആയിരിക്കും, ശാസിച്ച ആൾ ബൈജു ആയിരിക്കും, കളിയാക്കിയ ആൾ ബൈജു ആയിരിക്കും. പക്ഷേ ബൈജുവിന് ഏറ്റവും ഇഷ്ടം ഞാൻ വിശ്വസിക്കുന്നു എന്നോടായിരിക്കുമെന്ന്. വീണയുണ്ടെങ്കിൽ മാപ്പാക്കണം, എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. എന്തായാലും എന്നെ ഇഷ്ടമായിരിക്കും. ഏറ്റവും എന്നുള്ളതാക്കി ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് വയ്ക്കുന്നു. പക്ഷെ ഇഷ്ടമാണ് ബൈജുന് എന്നോട്. ആ ഒരു ബന്ധം ഉണ്ടായി വന്നത് എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അത്തരം ബന്ധങ്ങളൊക്കെ ഉണ്ട് ലോകത്ത്. എല്ലാ ബന്ധങ്ങളും അറ്റുപോയിട്ടില്ല, എല്ലാ ബന്ധങ്ങളും ആടിപ്പോവുകയുമില്ല. ഈ ഭൂമിയിൽ ഇപ്പോഴും ഊർജം ബാക്കിയുണ്ടെങ്കിൽ, നന്മ ബാക്കിയുണ്ടെങ്കിൽ, അതിൻ്റെ ഊഷ്മളത ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇത്തരം ഒരുപാട് സ്നേഹങ്ങളാണ്. ആ സ്നേഹത്തിലെ കണ്ണിയാണ് ബൈജുവും ഞാനുമൊക്കെ. പെട്ടെന്ന് ഞാൻ ഒരു വലിയ കവിയുടെ, കമ്മ്യൂണിസ്റ്റ് കവിയുടെ ഒരു വരി ഓർത്തു പോകുന്നു പെട്ടെന്ന്. അത് നെരൂദയാണ്. നെരൂദയുടെ കവിതയുടെ പേര് എൻ്റെ രാഷ്ട്രീയ കക്ഷിക്കെന്നാണ്, ടു മൈ പൊളിറ്റിക്കൽ പാർട്ടി. അതിൻ്റെ ആരംഭം ഇതാണ്: ജീവിച്ചിരിക്കുന്ന എല്ലാവരിലുമുള്ള ശക്തിയുടെ ആകെത്തുക നീ എനിക്ക് നൽകിയെന്നാണ്. പിന്നെ പറയുന്നു, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മനുഷ്യരുമായി നീ എനിക്ക് സഹോദര്യം നൽകിയെന്ന്. അതുകൊണ്ട് ബൈജുവുമായി എനിക്കുള്ള സഹോദരത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഇതേറ്റു പറയുന്നു, ആവർത്തിച്ചു പറയുന്നു. സഹോദര്യം എനിക്കുണ്ടായത് പാർട്ടി മുഖേനയാണ്, വിദ്യാർത്ഥി പ്രസ്ഥാന മുഖേനയാണ്. സമയത്തിന് ഞെരുക്കം എനിക്കുള്ളത് കൊണ്ടും നമുക്കെല്ലാം ഉള്ളത് കൊണ്ടും നീട്ടിപ്പരത്തി പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം. എൻ്റെ ഒരു ശത്രു ഇരിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ. ശത്രു എന്ന് പറഞ്ഞാൽ ഞാൻ നീട്ടി പറയുമോ എന്നുള്ളൊരു ഒരു 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 നോട്ടം നോക്കുന്നുണ്ട്. എൻ്റെ എപ്പോഴും പറയും നീട്ടിപ്പരത്തി പറയരുത്. എന്നാലും ഞാൻ പിന്നെ വേറൊരാളുണ്ട് എൻ്റെ ബാക്കിലൂടെ ഞാൻ കാണും, എൻ്റെ മകൾ ഷൈലയുടെ ഒരു വിമർശക, എന്നെ ഏറ്റവും കളിയാക്കുന്ന, ഏറ്റവും വിമർശിക്കുന്ന രണ്ടുപേരാണ്. മൂന്നാമത്തെ ആൾ ഇവിടെ ഇല്ലേ ഇപ്പോൾ, രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്. അത് അവരെ പേഴ്പ്പെട്ട് കൂടി വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഇവിടെ ഞാൻ മോഹനെ കാണുന്നുണ്ട്, മോഹനെ മറന്നു കാണും, ഒന്നൊരിക്കലും മറക്കാൻ പറ്റില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനം ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ബന്ധത്തിൻ്റെ ആഴം, അതിൻ്റെ ഒരു തണുപ്പ് ഏത് ചൂടിലും ഞങ്ങൾക്കെല്ലാം അതൊരു ആശ്വാസമാണ്. രാഷ്ട്രീയം മുഴുവനും വരണ്ടുപോയി, നന്മകളെല്ലാം വറ്റിപ്പോയി, അവിടെ ആർക്കും ആരോട് സ്നേഹമില്ല എന്നൊക്കെ പറയുന്നവർ ഒത്തിരി പേരുണ്ട്. അതിൽ കുറേ ശരിയും കാണും. പക്ഷേ അതിൽ ശരിയില്ലായ്മയുടെ ഭാഗം പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം പറയാൻ ഒരു വലിയ ഓർമ്മകളുടെ സമുദ്രമുണ്ട്. അതെപ്പോഴും അലയടിക്കും മനസ്സിൽ. സ്നേഹമുണ്ട് രാഷ്ട്രീയത്തിൽ, നന്മയുണ്ട് രാഷ്ട്രീയത്തിൽ. അതിൻ്റെ ഊഷ്മളമായിട്ടുള്ള ഓർമ്മകളാണ് ഞങ്ങളെയൊക്കെ എപ്പോഴും നയിക്കുന്നത്. അതെനിക്ക് ബാധകമാണ്, ബൈജുവിന് ബാധകമാണ്, മോഹനയ്ക്ക് ബാധകമായിരിക്കും. പിന്നെ പലരും കാണും ഇവിടെ.
എല്ലാ പേരും ഇങ്ങനെ ഇത്തരം ഞാൻ പെറുക്കെ പറയുന്നില്ല. ഞാൻ ആദ്യം ഓർത്തത് ജീവനാണെന്നാണ്. ജീവനെപ്പോലൊരു പ്രസന്റിയുടെ ഞാൻ കാണുന്ന ജീവനല്ല അത്. അങ്ങനെ പലരെയും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിലേക്ക് വരും. എന്തായാലും ബൈജുവിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ കണ്ടു പോകും. അതൊരുപാട് പേരിലേക്ക് ഇങ്ങനെ പടർന്ന് കയറും. അതൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ ആ വഴിക്കൊന്നും പോകുന്നില്ല. എന്തായാലും ബൈജു ഒരു വലിയ കാലത്തിൻ്റെ നിഴൽചിത്രം വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൽ മാത്രമല്ല, ബൈജു ഒരുപാട് വലിയ സൃഷ്ടികൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ KPSCയുടെ ചരിത്രം എന്ന് വിളിക്കാവുന്ന ചരിത്രം എന്ന് പറയാം. അത് സുലോചനയെ പറ്റിയുള്ളൊരു ജീവിതകഥയാണ്. സുലോചന KPSCയുടെ എല്ലാമായിരുന്നു. ആ കഥ പറഞ്ഞുകൊണ്ട് ബൈജു വളരെ ഗംഭീരമായ രീതിയിൽ KPSCയെ പറ്റി ചരിത്രം തന്നെ പറയുകയായിരുന്നു. ആ രചനയ്ക്കൊരു സൗന്ദര്യമുണ്ട്. ചരിത്രം വായിക്കുമ്പോഴുണ്ടാകുന്ന മൊണോട്ടണി, മടുപ്പ് ഒട്ടും ഉണ്ടാകാത്തതുപോലെ ജീവിതത്തെയും സംഭവങ്ങളെയും തമ്മിൽ ഇത്രയധികം കോർത്തിണക്കിക്കൊണ്ട് ആരെയും മടുപ്പിക്കാതെ ചരിത്രം എഴുതാൻ കഴിയുമെന്ന് തെളിയിച്ച ചരിത്രകാരനാണ് ബൈജു. ചരിത്രത്തെ പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ബൈജുവിന് വിരൽത്തുമ്പിലുണ്ട്, സംഭവങ്ങൾ വർഷവുമില്ല. സംഭവങ്ങൾ എനിക്കറിയാം, വർഷം ഓർക്കാൻ എനിക്ക് വലിയ പാടാണ്. ബൈജുവിന് പാടില്ല. വിത്തിൻ സെക്കൻഡ്സ് ബൈജു വർഷം പറയും. അങ്ങനെയുള്ളൊരു അത് ചരിത്രത്തോടുള്ളൊരു അപ്രോച്ചിൻ്റെ പ്രശ്നമാണ്. അപ്രോച്ച് നമുക്ക് എല്ലാവർക്കും കാണും. പക്ഷേ ഇത്ര കൃത്യത, ആ കൃത്യത ബൈജുവിൻ്റെ ഒരു വലിയ കഴിവാണ്. അതൊരു പർപ്പസ്ഫുള്ളായ കൃത്യതയാണ്. ചുമ്മാ അതൊരു ഇതല്ല, പർപ്പസ്ഫുള്ളായ കൃത്യതയുണ്ട് ബൈജുവിന്. അങ്ങനെ എല്ലാമുള്ള രീതിയിൽ ബൈജു നമ്മുടെ സർഗ സാഹിത്യത്തിൻ്റെ രംഗത്ത് ഒന്നാന്തരം രചനകൾ നൽകിക്കൊണ്ട് നമ്മളെല്ലാവരെയും ചിന്തിപ്പിച്ച, നമ്മളെല്ലാം സന്തോഷിപ്പിച്ച, നമ്മളെല്ലാം സങ്കടപ്പെടുത്തിയ, നമ്മളെല്ലാം ഒരുപാട് അടുപ്പിച്ച പലതിൻ്റെയും ചരിത്രകാരനാണ് ബൈജു. ബൈജു ഇനിയും ഒരുപാട് പുസ്തകങ്ങളുടെ കർത്താവായിട്ട് മാറും എന്ന് നിർബന്ധം എനിക്കുണ്ട്. മാറണം. ഭയങ്കര മടിയനാണ് ബൈജു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മാറിയേ തീരൂ. ഇങ്ങനെ ഞാൻ ഒരുപാട് പറയാൻ തുടങ്ങിയാൽ എനിക്ക് പേടിയാകുന്നു. രാമൻകുട്ടിയെ കാണുന്നുണ്ട് ഞാനിപ്പം. രാമൻകുട്ടി ചിലപ്പോൾ എന്നോട് പറയില്ല, എൻ്റെ ഭാര്യയോട് വിളിച്ച് പറയും ഇതായി ബോറാക്കിയത്. അപ്പം അതുകൊണ്ട് അതെല്ലാം ഓർത്തതുകൊണ്ട് ഞാനിങ്ങനെ എന്നെ തന്നെ നിയന്ത്രിക്കുകയാണ്. ഇവിടെ പത്മരാജൻ്റെ ജീവിതത്തൊക്കെയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. ഞങ്ങൾക്കെല്ലാം സ്നേഹമുള്ള, ആദരവുള്ളൊരു വലിയ ചേച്ചിയാണ് അവർ. കലാകാരിയായാണ് അവർ. സ്വന്തം നിലയ്ക്ക് ഏറ്റവും പ്രതിഭാശാലിയായ കലാകാരൻ്റെ ജീവിതം പങ്കിട്ടവരാണ്. പപ്പൻ്റെ അമ്മയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്കെല്ലാവർക്കും സ്നേഹവും ആദരവുമുള്ള ചേച്ചിയുടെ കയ്യിലേക്ക് പുസ്തകം ഏൽപ്പിക്കുമ്പോൾ ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ ജീവിതം പറയുന്ന പുസ്തകമായതുകൊണ്ടും ഇതിൻ്റെ കർത്താവ് ബൈജു ആയതുകൊണ്ടും എനിക്കുള്ള അഭിമാനബോധവും സന്തോഷവും വികാരവായ്പവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.